everybody, ഞാൻ ഇന്നൊരു എളുപ്പം ഉണ്ടാക്കാവുന്ന സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം വളരെ രുചികരമായ ഒരു സാധനമാണ്. ഇതിന് വേണ്ടത് ഞാനിപ്പം 10 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് സാധാരണ ബ്രെഡാണ്. പിന്നെ ബ്രെഡിന് തീരെ കനം കുറവാണെങ്കിൽ നമുക്ക് 3 വീതം ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ 2 വീതം ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതിനാവശ്യമായിട്ട് 2 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ ഏകദേശം ഒരു 50 ഗ്രാം, നമുക്ക് വേണ്ടി വരത്തില്ല, ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ 50 ഗ്രാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി, ഉപ്പ്. ആദ്യം നമ്മൾ ഈ മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട നല്ല പോലെ പൊടിക്കണം. നമ്മളിപ്പോൾ ഈ മുട്ട നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പ് ഏകദേശം ഒരുപാടാവരുത്, കുറച്ച് ഉപ്പ്, ഈ ചെറുപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ബട്ടർ ഇടാം. ബട്ടർ ഇട്ടിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ബട്ടർ ഇട്ട് ബട്ടറിൻ്റെ അളവൊക്കെ നിങ്ങളുടെയൊക്കെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. കൂടുതലിട്ടാൽ കൂടുതൽ സ്വാദ്. ഇപ്പം ഞാൻ ബട്ടറൊക്കെ ഇട്ട് നല്ലൊരു പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ പേസ്റ്റ് നമുക്ക് ബ്രെഡിലോട്ട് അപ്ലൈ ചെയ്യണം. നമ്മളിങ്ങനെ ബ്രെഡിലോട്ട് ആക്കിയിട്ട് വേറൊരു വശം ബ്രെഡ് വെച്ച് ഇതാക്കുക. നമ്മളിത് സാൻഡ്വിച്ചിൻ്റെ 4 അറ്റവും പതുക്കെ ഒന്ന് മുറിച്ച് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇത് സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വലുതായിരിക്കണം. എന്നിട്ട് ഇവനെ വേണമെങ്കിൽ ട്രയാങ്കിൾ പീസാക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാം. നമ്മളിത് വളരെ എളുപ്പത്തിൽ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാവർക്കും ഇത് ഉണ്ടാക്കുവാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ, ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. നല്ല സ്വാദിഷ്ടമായതാണിത്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകളൊക്കെ പറയുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.